Law controls your life. Law detects every part of your life, every action of your life. You are answerable to the legal system for every single action which you commit. എന്നുവെച്ചാൽ നിയമമാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നിയമം അനുശാസിക്കുന്ന രീതിയിലാണ് നടത്തേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ശരിയും തെറ്റും ഉണ്ടാകും. അതിനെ നിയമം ചോദ്യം ചെയ്താൽ മറുപടി പറയാൻ നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ദാറ്റ് മീൻസ് യുവർ ലൈഫ് ഈസ് ലോ ലൈഫ്. വാട്ട്സ് സോ ഫണ്ണി? ഇങ്ങനെ ചിരിക്കാൻ മാത്രം എന്ത് തമാശ ഞാൻ എഴുതിയത്? സാറേ, ലോ എന്ന് എഴുതുന്നതിന് പകരം ലവ് എന്നാ എഴുതിയിരിക്കുന്നത്. എപ്പോഴും എന്നെപ്പറ്റി തന്നെ ഓർമ്മ. ഐ വിൽ എക്സ്പ്ലെയിൻ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തി ആരാണ്? നിങ്ങളുടെ മാതാപിതാക്കളാണോ? അല്ല. ഒരു പ്രായം കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തി നിങ്ങളുടെ കാമുകിയോ അല്ലെങ്കിൽ കാമുകനോ ആയിരിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് ശരിയാണ് സർ. ആ, നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ ചതിക്കാൻ നോക്കരുത്. നിങ്ങളെ സ്വാധീനിക്കുന്ന കാമുകനെയോ കാമുകിയെയോ, അതുപോലെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്ന നിയമത്തെയോ ചതിക്കാൻ നോക്കരുത്. അങ്ങനെ വരുമ്പോ നിയമവും നിങ്ങളെ അതുപോലെ തന്നെ സ്നേഹിക്കും. When you love the law, then law will also loves you. So now law becomes your life. Then law life means? Then it becomes love of life, sir. അല്ല, നമ്മുടെ സൈഡിൽ നിന്നും ആരെങ്കിലുമൊക്കെ വേണ്ടേ? നമ്മുടെ കുടുംബമായിട്ടും ബിസിനസ്സുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ആളുകൾ, അവരെ ആരെയും ക്ഷണിക്കുന്നില്ലേ? അവരെയൊക്കെ നമുക്ക് ക്ഷണിച്ചു വരുത്താം. യഥാർത്ഥത്തിൽ ഇതല്ലേ ശരിക്കുള്ള ചടങ്ങ്? നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ മരുമകളെ നമ്മൾ അംഗീകരിക്കുന്ന ചടങ്ങ്. എനിക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. ഞാനൊന്ന് അവരെ വിളിച്ചു നോക്കട്ടെ. ഇവളിതാരെയായിരിക്കും വിളിക്കുന്നത്? കള്ളന് കഞ്ഞി വെച്ചവളാ ഇവള്. ഐശ്വര്യലക്ഷ്മിയല്ല, മൂദേവി ലക്ഷ്മിയാ. ഈ ഫംഗ്ഷൻ നടത്തുന്നത് തന്നെ ഇവളുടെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയാ. ഇവളെ എന്നേക്കുമായിട്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാൻ. രമാദേവിയുടെ മനസ്സിലിരിപ്പ് കൊള്ളാം. കളി എന്നോടാ. ഫംഗ്ഷൻ എന്നെ പുറത്താക്കാനുള്ള ശ്രമം ഞാൻ പൊളിക്കും. ഇവർക്ക് ഈ ഐശ്വര്യലക്ഷ്മി ആരാണെന്ന് ശരിക്കും അറിയില്ല. കാണിച്ചു കൊടുക്കാം രമാദേവിക്ക് ഐശ്വര്യലക്ഷ്മി ആരാണെന്ന്. അതെ, സുഖ. ദക്ഷ ഞങ്ങളുടെ വീട്ടിലേക്ക് എന്റെ മകളായിട്ട് വരികയല്ലേ?
അതിന്റെ സന്തോഷം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കൂ. ആ പിന്നെ ഞാൻ ഒരു വിശേഷം പറയാനാ വിളിച്ചത്. വിശേഷോ? എന്ത് വിശേഷം? പറ. ഒരു ഫംഗ്ഷന്റെ കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. അതിന്റെ കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും കൂടി വരണം. അദ്ദേഹം ഒരു ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുക. എന്തായാലും ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ. ആ ഫോൺ അദ്ദേഹത്തിന്റെ കയ്യിലൊന്ന് കൊടുക്കാമോ? അതിനെന്താ, കൊടുക്കാലോ. ആ രമാദേവിയാ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല സർ. കുടുംബത്തില് ചില മംഗളകാര്യങ്ങൾ നടത്താനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഡേറ്റ് എടുക്കുന്നതിന് മുൻപ് താങ്കളും കൂടി വന്നിരുന്നെങ്കിൽ സൗകര്യപ്രദമായ ഒരു ഡേറ്റ് എടുക്കാമായിരുന്നു. എനിക്ക് ഇന്നൊരു ഉദ്ഘാടനത്തിന് പോകണമായിരുന്നു. വൈഫ് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇനി എന്ത് തീരുമാനം എടുക്കണമെങ്കിലും താങ്കളുടെ ഉപദേശം കൂടി ഞങ്ങൾക്ക് വേണമല്ലോ. നമ്മുടെ രണ്ടുപേരുടെയും കുടുംബങ്ങളും ഇപ്പൊ ഒന്നല്ലേ? നമ്മൾ എടുക്കുന്ന ഏത് തീരുമാനവും പരസ്പരം അറിഞ്ഞെടുക്കുന്നതാണ് ഉചിതം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സർ? രമാദേവി പറഞ്ഞത് തീർത്തും ശരിയാണ്. ദക്ഷയും മഹിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി നമ്മുടെ രണ്ടുപേരുടെയും കുടുംബങ്ങളും ഒന്നല്ലേ? ഞാനെപ്പോഴാ വരേണ്ടതെന്ന് അറിയിച്ചാ മതി. അപ്പൊ ഞാൻ എത്തിക്കോളാം. ആ, എന്താണേലും ഞാൻ വൈഫിനെയും കൂട്ടി കൃത്യസമയത്ത് അവിടെ എത്തിക്കോളാം. ശരി ശരി.